ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിലെ പകുതി പിന്നിട്ട ദിവസത്തിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. 17-ാം രാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സത്യവും അസത്യവും വേർതിരിക്കുന്ന ദിവസം എന്നാണ് ബദർ ദിനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകാതെ, അതിനുള്ള സമയവുമല്ലല്ലോ ഒരു ഖുത്ബ എന്ന് പറയുന്നത്. ബദർ യുദ്ധമെന്ന് പറയുന്നത് പ്രതിരോധത്തിൻ്റെ ഒരു യുദ്ധമായിരുന്നു, ആദർശ നിലപാടുകളുടെ വിജയമായിരുന്നു, അതിജീവനത്തിൻ്റെ വിജയമായിരുന്നു ബദർ യുദ്ധമെന്ന് പറയുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ച 13 വർഷ കാലഘട്ടം, ഹിജ്റ പോകുന്നത് വരെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും എന്തെല്ലാം പ്രയാസങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ചു എന്നുള്ളതിന് നാം എത്രയോ പ്രഭാഷണങ്ങൾ കേട്ട് നമുക്കറിയാവുന്നതാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബികൾ ചിലപ്പോൾ വന്ന് പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, തിരിച്ചടിക്കുവാനുള്ള സമയമായില്ലയോ, ഒന്ന് ദുആയെങ്കിലും ചെയ്തുകൂടെ പ്രവാചക അവർക്കെതിരെ. അപ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിൻ്റെ വഹി എത്തണം, തിരിച്ചടിക്കുവാനും പ്രതിരോധിക്കുവാനുമുള്ള അറിയിപ്പ് എത്തുന്നത് വരെയും നാം ക്ഷമിക്കുക, സഹിക്കുക. അങ്ങനെ നീണ്ട 13 വർഷക്കാലം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ജനിച്ച നാട്ടിൽ അഥവാ മക്കയിൽ പ്രയാസങ്ങൾ നേരിട്ടു. ജീവിതത്തിൽ തുല്യതയില്ലാത്ത നൊമ്പരങ്ങൾ അനുഭവിച്ച ആ വേളയിലായിരുന്നു വിശുദ്ധ ഖുർആനിൻ്റെ താൽപര്യപ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തത്. ജനിച്ച നാട്ടിൽ മനസ്സിലാക്കിയ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ അറിയിപ്പായിരുന്നു, മദീനയിലേക്ക് നിങ്ങൾ ഹിജ്റ പോവുക. അവിടെയും അള്ളാഹുവിൻ്റെ ദീൻ സംരക്ഷിക്കുന്ന, ദീൻ മനസ്സിലാക്കി ജീവിച്ചു വരുന്ന ആ വേളയിലായിരുന്നു വീണ്ടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബാക്കളെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ആയുധം വാങ്ങുവാനും ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യുവാനുമുള്ള ശ്രമത്തിനിടയിലായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിക്കുന്നത്. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 39-40 ആയത്തിൽ കൂടി പ്രതിരോധിക്കുവാൻ, തിരിച്ചടിക്കുവാൻ, അക്രമത്തിന് തിരിച്ചടിക്കുവാനുള്ള അനുവാദം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും ലഭിക്കുകയാണ്. ആ സ്വഹാബികൾ ചെയ്ത തെറ്റ്, الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ആ റബ്ബിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ആ റബ്ബിലേക്ക് അടുക്കുവാൻ ഒരു മധ്യവർത്തിയെയും ഒരു ഇടയാളന്മാരെയും ഞങ്ങൾ വയ്ക്കുകയില്ല, നേർച്ചകൾ മുഴുവനും ഞങ്ങൾ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. ഇസ്ലാമിൻ്റെ മൗലികമായ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, തൗഹീദി ആദർശം ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യുന്നതിന് തടസ്സമായപ്പോൾ അവർക്ക് തിരിച്ചടിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രതിരോധമായിരുന്നു ബദർ യുദ്ധം. അവരുടെ വീടുകളിൽ നിന്നും അന്യായമായി പുറത്താക്കി, അവർ സമ്പാദിച്ചതെല്ലാം പിടിച്ചെടുത്തു. അങ്ങനെ പലായനം ചെയ്യപ്പെട്ട സ്വഹാബികൾക്ക് അവിടെയും ജീവിക്കുവാനുള്ള പ്രയാസം തോന്നിയപ്പോൾ, പ്രയാസം അനുഭവിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുവാദം ഉണ്ടായിരുന്നത്. അതാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. നിലപാടുകളുടെ യുദ്ധമായിരുന്നു,
അതിജീവനത്തിന്റെ യുദ്ധമായിരുന്നു. ബദർ യുദ്ധം നടക്കുമായിരുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നിലപാടിൽ ഒരു അയവ് വരുത്തിയിരുന്നുവെങ്കിൽ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം പ്രവാചകർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധമൊന്നും ഇസ്ലാമിൽ ഉണ്ടാകുമായിരുന്നില്ല. ബദർ യുദ്ധത്തിൽ 17 സ്വഹാബാക്കൾ ധീര ഷഹീദന്മാരാകുമായിരുന്നില്ല. നാട് വിടേണ്ടി പോകുമായിരുന്നില്ല. പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവർ മനസ്സിലാക്കിയ ആദർശം ജീവിതത്തിൽ പകർത്തുകയും പ്രബോധനം ചെയ്തതുകൊണ്ട് മാത്രമാണ്. അതാണ് ബദർ യുദ്ധമെന്ന് പറയുന്നത്. നിലപാടുകളുടെ യുദ്ധമായിരുന്നു. ആദർശ ധീരതയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിരുന്നു ബദർ യുദ്ധമെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ സഹായം ലഭിച്ച, അവന്റെ വാഗ്ദാനം നിറവേറ്റിയ ഒരു യുദ്ധമായിരുന്നു. ആരായിരുന്നു 313 അല്ലെങ്കിൽ 300 ചുല്ലുവാനം സ്വഹാബികളുടെ ആ ഒരു അവസ്ഥ? അവർ ദുർബലരായിരുന്നു. സാമ്പത്തികമായും സായുധമായും അവർ എല്ലാ മേഖലകളിലും ദുർബലമായിരുന്നു. പക്ഷെ അവർക്ക് ആകെയുള്ള കൈമുതൽ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആദർശത്തിന്റെ തനിമയാർന്ന ഗരിമയായിരുന്നു അവരുടെ ഏറ്റവും വലിയ കൈമുതൽ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളെ അതിജയിക്കുവാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ല കൈവിട്ടാലോ എത്ര ആൾബലമുണ്ടായിട്ടെന്ത് കാര്യം, സായുധ ബലമുണ്ടായിട്ടെന്ത് കാര്യം? ലോകം മുഴുവനും നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എങ്കിലും അള്ളാഹു നിങ്ങളെ കൈവിട്ടാൽ നിങ്ങളെ ആര് സഹായിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ 160-ാമത്തെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു തരുന്ന ഒരു ആദർശത്തിന്റെ പാഠമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടിയാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ആ സഹായത്തിന്റെ പൂർത്തീകരണം റഹ്മാനായ റബ്ബ് നൽകി. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയസബ്ബിതു അഖ്ദാമക്കും. നിങ്ങളുടെ പാദങ്ങളെ നാം ഉറപ്പിച്ചു നിർത്താം. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ് എങ്കിൽ, നിങ്ങൾ ആദർശത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റും പാലിക്കാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ നാം സഹായിക്കാം. നിങ്ങളുടെ പാദങ്ങളെ നാം ഉറപ്പിച്ചു നിർത്താമെന്ന് സൂറത്ത് മുഹമ്മദിലെ 7-ാമത്തെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ആദർശത്തിന്റെ ആ ജീവിത വിജയമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. ഒരുപാട് വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ച എത്രയോ കൊച്ചു കൊച്ചു സംഘങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. ഇതായിരുന്നു സ്വഹാബികൾക്കുണ്ടായിരുന്ന പ്രചോദനം. അല്ലാഹുവിന്റെ വഅദയാണ്, അല്ലാഹു മാറ്റുകയില്ല, അല്ലാഹു തെറ്റിക്കുകയില്ല. ആ ഉറപ്പ് മനസ്സിലാക്കിയ സ്വഹാബികൾ, എതിർചേരിയിൽ ഉണ്ടായിരുന്നവർ വമ്പൻ ശക്തിയായിരുന്നിട്ട് പോലും അവർക്കറിയാം 1000 ചില്ലുവാനം വരുന്ന ശത്രുക്കളാണ് തങ്ങളുടെ എതിർപക്ഷത്തുള്ളത്. നമ്മളാകട്ടെ 3-1 പോലും ഇല്ല എന്നുള്ള ആ ഒരു ബോധ്യവും സ്വഹാബികൾക്കുണ്ടായിരുന്നു. എന്നിട്ടും എന്തേ അവർ പിടിച്ചു നിന്നത്? എന്നിട്ടും എന്തേ അവർ രണാങ്കണത്തിലേക്ക് കുതിച്ചുയർന്നത്? അള്ളാഹുവിന്റെ വഅദ അവർക്കറിയാമായിരുന്നു. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി എത്ര വലിയ വലിയ സംഘങ്ങളെയാണ് കൊച്ചു കൊച്ചു സംഘം, അങ്കുലേ പരിമിതമായ വിരലിലെണ്ണാവുന്ന അനുചരന്മാർ തോൽപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലെ പ്രചോദനമായിരുന്നു സ്വഹാബികൾക്കുണ്ടായിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ, പ്രാർത്ഥനയാണ്. ആ ശത്രുക്കളെ അതിജീവിക്കുവാൻ, ബദർ യുദ്ധം ജയിക്കുവാനുണ്ടായ മൗലികമായിട്ടുള്ള അവരുടെ ആദർശ കൈമുതൽ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ആയുധമാകുന്ന പ്രാർത്ഥന അവരുടെ കൈമുതലായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8-ാം അധ്യായം സൂറത്തു അൻഫാലിലെ 9-ാമത്തെ ആയത്തിൽ ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാഥ ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുന്നില്ലയോ പ്രവാചക? ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. സഹായിച്ചില്ലയോ നാം 1000 മലക്കുകളെ കൊണ്ട്
തുടരെയുള്ള മലക്കുകളെ കൊണ്ട് നിങ്ങളെ നാം സഹായിച്ചു. അതായിരുന്നു പ്രാർത്ഥനയുടെ പ്രതിഫലം. അതിന്റെ പ്രാർത്ഥനയുടെ അനന്തരഫലം ആ വിജയമായിരുന്നു. ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെല്ലാം ഉറക്കമാണ്. ബദറിന്റെ രണാങ്കണം തലേ ദിവസം രാത്രി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ ഗുരുവായ അഷ്റഫുൽ ഖൽഖ്, ബദരീങ്ങളുടെ നേതാവായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുവേ വാഗ്ദാനം നിറവേറ്റണം റബ്ബേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇംതഹ്ലിക ഹാദിഹിൽ ഇസ്വാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തഅബുദു ഫിൽ അർള്. ഈ കൊച്ചു സംഘമെങ്ങാനും പരാജയപ്പെട്ടാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഭൂമിയിൽ ഉണ്ടാവുകയില്ല അല്ലാ. അതുകൊണ്ട് ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തണം. പ്രാർത്ഥനയാണ് പ്രവാചകരുടെ. ഇത് കണ്ടുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ നബിയല്ലാഹ് കദാലിക മുനാശദതുക റബ്ബുക്, അങ്ങയുടെ റബ്ബ് കൈവിടില്ല പ്രവാചക, അങ്ങയുടെ റബ്ബ് കൈവിടില്ല, തീർച്ചയായിട്ടും വാഗ്ദത്തം പാലിക്കുക തന്നെ ചെയ്യും. മതി റസൂലേ, അല്ലാഹു നമ്മെ കൈവിടില്ല എന്നുള്ള സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു സമാധാനത്തിന്റെ വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് കേൾക്കുന്നത്. അപ്പുറത്തും ഒരുത്തൻ ദുആ ചെയ്യുകയാണ്. ശത്രുക്കളുടെ നേതാവായ അബീജഹലും ദുആ ചെയ്യുന്നു. ഇപ്പുറത്ത് ബദരീങ്ങളുടെ നേതാവ് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ അപ്പുറത്ത് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബീജഹലും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഐനാ കാന അഫ്ജറ ലക വയഖ്തഅ അർ-റഹിമി ഫഅഹിനഹുൽ യൗം വസ്തൻസുറുല്ലാഹ്. ശത്രുക്കളുടെ നേതാവായ അബീജഹലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവോട്, അല്ലാഹുവേ പുതിയ ഒരു മതവുമായിട്ട് വന്ന മുഹമ്മദിനെ സത്യത്തിന്റെ മതമേതാണെന്ന് നിനക്കറിയാം അല്ലാ, ആ സത്യത്തിന്റെ മതത്തെ നീ വിജയിപ്പിക്കണമേ എന്നുള്ള അബീജഹലിന്റെ പ്രാർത്ഥന ആരോടായിരുന്നു? അല്ലാഹുവോടായിരുന്നു. അബീജഹലിന്റെ പ്രാർത്ഥന സ്വീകരിച്ചതായി സൂറത്തു അൻഫാലിലെ 19-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ വിജയമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. ബദർ ശുഹദാക്കൾ എന്ന് പറയുന്നത് ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. 300 ചില്ലുവാനം ബദരീങ്ങൾ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ തഅദ്ദൂന അഹ്ല ബദറും ഫീക്കും, അല്ലയോ പ്രവാചകരെ നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് എണ്ണുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് ബദരീങ്ങൾ. അവരെ ശ്രേഷ്ഠതയിൽ പിൻപറ്റുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അവരെക്കാളും ശ്രേഷ്ഠവാന്മാർ ആരുമില്ല. കേൾക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞാൽ, അവരുടെ ശ്രേഷ്ഠതകൾ എണ്ണിയാൽ പേജുകളോളം വേണ്ടിവരും, പ്രഭാഷണങ്ങൾ ദിവസങ്ങളോളം വേണ്ടിവരും. അത്രക്കും ശ്രേഷ്ഠവാന്മാരാണ് ബദരീങ്ങൾ. ഒരു ഉദാഹരണം മാത്രം പറയാം സഹോദരങ്ങളെ. മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനിയാണ്. ആ മഹാനായ ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മക്കയിൽ ജീവിച്ചിരിക്കുന്ന ഹാത്തിബിന്റെ ബന്ധുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. സൂക്ഷിക്കണം, നിങ്ങൾ ബന്ധുക്കളെ ജാഗരൂകരായിരിക്കാൻ പറയണം. പ്രവാചകരുടെയും അനുയായികളുടെയും ലക്ഷ്യം നിങ്ങളിലേക്കാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള ഒരു ചാരപ്രവർത്തനം മദീനയിൽ വെച്ചുകൊണ്ട് മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു നൽകി. അല്ലാഹുവിന്റെ വഹ്യ്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയുടെ പക്കലായിരുന്നു ഒരു കത്ത് കൊടുത്തയച്ചത്.
മക്കയിലുള്ള ഹാത്തിബിന്റെ ബന്ധുക്കളെ ഏൽപ്പിക്കുവാനായിട്ട് വഴിയിൽ വെച്ചുകൊണ്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബാക്കളെ പറഞ്ഞു വിടുകയാണ്. ആ സ്ത്രീയെ പിടിക്കുവാൻ ചാരപ്രവർത്തനവുമായി ഹാത്തിബ് കൊടുത്തയച്ച ആ കത്ത് പിടികൂടുവാനായിട്ട് ആ സ്ത്രീയെ പിടിക്കുകയും പ്രവാചകരുടെ സവിധത്തിൽ കൊണ്ടുവരികയും മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെയും അവിടെ എത്തിക്കപ്പെട്ടു. എന്ത് ചെയ്യണം? ഹാത്തിബിനെ എന്ത് ചെയ്യണം? ചാരപ്രവർത്തനം ചെയ്ത, നമ്മുടെ ശക്തിയെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഹാത്തിബിനെ എന്ത് ചെയ്യണം? ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദഅനി യാ റസൂലല്ലാഹ് ഫഅദ്രിബ് ഉനഖഹു, വിട്ടുതാ റസൂലേ, അവന്റെ തല കൊയ്യട്ടെ, ഗളച്ഛേദം ഞാൻ നടത്തട്ടെ റസൂലേ. ഈ ചാരപ്രവർത്തനം നടത്തിയ ഈ ഹാത്തിബിനെ ഇനി വച്ചേക്കരുത്. പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് ശാന്തനാകുവാൻ പറയുകയാണ്. ഉമർ, അറിയുമോ ഹാത്തിബ്, ഇന്നഹു ഷഹിദ ബദ്റ, ബദറിൽ സാക്ഷ്യം വഹിച്ചയാളാണ്. അറിയില്ലേ നിനക്ക്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് അല്ലാഹുവിന്റെ ഒരു ഓഫർ ഉണ്ടല്ലോ. എന്താണ് ആ ഓഫർ? യഅമലു മാ ശഅതും ഫഖദ് ഗഫർത ലക്കും, ചെയ്ത തെറ്റുകളെല്ലാം റബ്ബ് തആല പുറത്തു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന് നാമും പുറത്തു കൊടുത്തിരിക്കുകയാണ്. കാരണം ആരോരുമില്ലാത്ത ആ സമയത്ത്, ഇസ്ലാമിന്റെ ആവിർഭാവ ഘട്ടത്ത് ഇസ്ലാമിനെ നിലനിർത്തുവാൻ, ഇസ്ലാമിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ് ഹാത്തിബിൽ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിരുപാധികം വിട്ടയക്കുക എന്നുള്ള പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നിർദ്ദേശം വരികയാണ്. സ്വഹാബികൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് ലയദ്ഖുലുന്ന ഹാത്തിബുൻ നാർ, നരകത്തിലെ വിറകാണ് ഹാത്തിബ്. കദബത്, കള്ളം പറയുകയാണ്, നീ കള്ളം പറയുകയാണ്. ലാ യദ്ഖുലുഹാ, ഹാത്തിബ് നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഫഇന്നഹു ഷഹിദ ബദ്റൻ വൽ ഹുദൈബിയ്യ, രണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തയാളാ, ഒരിക്കലും നരകാവകാശികളല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചിലവഴിച്ചവരാണവർ. അവരുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെയൊക്കെ റബ്ബ് തആല പുറത്തു കൊടുത്തിരിക്കുകയാണ്. അതാണ് ബദരീങ്ങളുടെ മഹത്വം സഹോദരങ്ങളെ, അതാണ് ബദരീങ്ങളുടെ മഹത്വം. ആ ബദർ യുദ്ധം ജയിച്ചത് ആദർശത്തിന്റെ കൂട്ടായ്മയാണ്, നിലപാടുകളുടെ അതിജീവനമാണ്. ആ കൊച്ചു സംഘം വിജയിച്ചത് ആദർശം അവരെ കൈമുതലാക്കിയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിച്ചു അവർ. മാത്രവുമല്ല, ജീവിതം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതായിരുന്നു ബദർ ദിനത്തിന്റെ, ബദർ യുദ്ധത്തിന്റെ കാതലായ വശമെന്ന് നാം തിരിച്ചറിയുക സഹോദരങ്ങളെ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ബദർ സ്മരണയെ കുറിച്ച് പറയുവാൻ എന്ത് ആവേശമാണ് നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കും. ബദർ യുദ്ധത്തെ കുറിച്ച് പറയുവാൻ എന്തുമാത്രം സമയം കണ്ടെത്തുകയാണ്, എന്തുമാത്രം ആവേശമാണ്. പക്ഷേ ബദറിലെ ആദർശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, ബദറിലെ ആദർശം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ബദരീങ്ങളുടെ നേതാവ് ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത്? അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ശത്രുക്കളുടെ നേതാവ് അബീ ജഹൽ ആരോട് പ്രാർത്ഥിക്കുന്നു? അതേ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ മുസ്ലിം സമുദായം അല്ലാഹുവിനോടും പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളോടും പ്രാർത്ഥിക്കുകയാണ്. ബദരീങ്ങൾ എങ്ങനെയാ ജയിച്ചത്? അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, അല്ലാഹു ഉത്തരം നൽകി. റബ്ബിനോടായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. ആ ബദർ യുദ്ധത്തിൽ, ആ ബദർ ദിനം നടക്കുന്നതിന് മുമ്പ് എത്രയോ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ കൂടി. സ്വഹാബികൾ ഒരു പ്രവാചകന്മാരെയും വിളിച്ചു തേടി പ്രാർത്ഥിച്ചില്ല, ഒരു പ്രവാചകരുടെയും ഹക്ക് ജാഹു ബർക്കത്ത് തേടിക്കൊണ്ട് അവർ പോയില്ല സഹോദരങ്ങളെ. ഒരു ദർഗയിലേക്ക് പോയിക്കൊണ്ട് അവരോട് കാവൽ തേടിയില്ല. നേരെ മറിച്ച് കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോടായിരുന്നു പ്രാർത്ഥിച്ചത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ആ ബദരീങ്ങൾക്ക് ഇസ്സത്തുണ്ടായിരുന്നു, ആ ബദരീങ്ങൾക്ക് പ്രതാപമുണ്ടായിരുന്നു. ആ ബദരീങ്ങൾ വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ച കൊച്ചു കൊച്ചു സംഘങ്ങളായിരുന്നു. ഇന്ന് നഷ്ടപ്പെട്ടതും ആ ഇസ്സത്താണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ പ്രതാപമാണ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ ബദർ യുദ്ധത്തിനെ പ്രചോദിപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നു എങ്കിലും അതിലെ ആദർശത്തെ കുറിച്ച് ജനങ്ങൾ പഠിക്കുന്നില്ല, ജനങ്ങൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരാജയത്തിന്റെ അങ്ങേയറ്റമാണ്.
ലോകത്തിന്റെയും രാജ്യത്തിന്റെയും നാടിന്റെയും വ്യത്യസ്തമായ കോണുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ ഇസ്സത്ത് നഷ്ടപ്പെട്ട ഒരു സമുദായമായി മാറിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച സുനൻ അബൂദാവൂദിലെ ഒരു ഹദീസ് ഇത്തരുണത്തിൽ നാം അറിയണം സഹോദരങ്ങളെ. പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ നോക്കിക്കൊണ്ട് ഒരു കാര്യം പറയുകയാണ്. എന്താണ് കാര്യം? സ്വഹാബാക്കളെ, ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, വിശപ്പുള്ളവർ ഭക്ഷണ തളികയിലേക്ക് ആർത്തിയോടുകൂടി കൈകൾ നീട്ടുമല്ലോ, അതുപോലെ എന്റെ ഉമ്മത്തിനെ ആക്രമിക്കുവാൻ വേണ്ടി വരുന്ന ശത്രുക്കളുടെ ഒരു കാലം വരാനിരിക്കുന്നു. എങ്ങനെ? വിശപ്പുള്ളവരുടെ മുമ്പിൽ ഭക്ഷണ തളികയുമായി പാത്രമുണ്ടാകുമ്പോൾ ആ ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്ന ആക്രമം പോലെ എന്റെ സമുദായത്തെ ആക്രമിക്കുന്നവരിൽ ഒരു വിഭാഗം വരാനുണ്ട് എന്ന് പറയുമ്പോൾ സ്വഹാബികൾക്ക് അറിയേണ്ടത്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും റസൂലേ, അങ്കുലി പരിമിതമായിരിക്കും, അതുകൊണ്ടാണല്ലോ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത്. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമിൻ ഖല്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ റസൂലേ? ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുവാൻ അതാണോ കാരണമെന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്ന മറുപടി, ബൽ അൻതും യൗമഇദിൻ കസീർ, അന്ന് ഒരുപാട് മുസ്ലിംകളായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞവർ നിങ്ങളെക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും. വലാകിന്നകും ഗുസാഉൻ കൗസാഇസ് സൈൽ, ജലപ്രവാഹത്തിന് മുന്നിൽ പോകുന്ന ചപ്പ് ചവറുകളെ പോലെയായിരിക്കും അവരുടെ വിശ്വാസം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്തൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ! 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ. എണ്ണത്തിൽ കുറവാണോ മുസ്ലിംകൾ? രാജ്യത്തിൽ കുറവുണ്ടോ മുസ്ലിംകൾ? സായുധ ബലത്തിൽ കുറവുണ്ടോ മുസ്ലിംകൾ? സമ്പത്തിന്റെ ആധിക്യത്തിൽ കുറവുണ്ടോ മുസ്ലിംകൾ? എല്ലാ മേഖലകളിലും മുന്നോട്ടാണ്. വിദ്യാഭ്യാസപരമായും ഏതെല്ലാം തലത്തിൽ നാം ചിന്തിച്ചാലും എല്ലാത്തിന്റെയും മേലെയാണ് മുസ്ലിം സമുദായം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജലപ്രവാഹത്തിന് മുകളിലെ ചപ്പ് ചവറുകൾ പോലെയായിരിക്കും അവർ. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഉദാഹരണം നോക്കൂ. വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരിഹിം അദുവ്വുകുമുൽ ബഹാമത മിൻകും, ശത്രു ഹൃദയങ്ങളിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു ഊരിയെടുത്ത് കളയും. സുബ്ഹാനല്ലാഹ്. ഒരു കാലഘട്ടത്ത് ഭയമായിരുന്നു മുസ്ലിംകളെ. ആദർശം കൊണ്ട് അത് ജയിച്ചതിന്റെ പേരിൽ, അതാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അവർ ഭയപ്പെട്ടു. ഒരുപാട് സംഘമുണ്ട് എന്നവർ ഭയപ്പെട്ടു. പക്ഷേ ചപ്പ് ചവറുകൾ പോലെ ആയിപ്പോയ മുസ്ലിംകൾ അവരുടെ ഹൃദയത്തിൽ ഈമാന്റെ കണിശ പോലും, ഈമാനിന്റെ ഒരു മാധുര്യം പോലും നഷ്ടപ്പെടുന്ന ഒരു കാലം വരാനിരിക്കുന്നു. അവരെ കുറിച്ചുള്ള ഭയം ശത്രുക്കളുടെ മനസ്സിൽ നിന്നും അള്ളാഹു ഊരിയെടുത്തു കളയും. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, ആ മുസ്ലിംകളുടെ ഹൃദയത്തിൽ വഹിൻ ഇട്ടുകൊടുക്കും, ബലഹീനത ഇട്ടുകൊടുക്കും. യാ റസൂലല്ലാഹ് വമൽ വഹിൻ, എന്താണ് വഹിൻ? ബലഹീനത എന്ന് വെച്ചാൽ എന്താണ് റസൂലേ? സായുധ ബലത്തിലും ആൾബലത്തിലും കൂടുതൽ ഉണ്ടായിട്ടും പരാജയപ്പെട്ടു പോകുവാനുള്ള കാരണം പഠിപ്പിച്ചു തരുമോ റസൂലേ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. അതാണ് മുസ്ലിം രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിക്കുവാനുള്ള മോഹം, മരണത്തോടുള്ള വെറുപ്പ്, ഇത് ബലഹീനതയായിട്ട് പിടികൂടും അവരുടെ ഹൃദയങ്ങളിൽ. കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാരിൽ പോലും ഹുബ്ബുദ് ദുനിയാ പിടികൂടിയിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യടി നേടുവാനുള്ള പ്രസ്താവനകൾ, എല്ലാവരുടെയും സ്വീകാര്യതയ്ക്ക് വേണ്ടി നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ, ചാനലുകൾക്ക് മുമ്പിൽ അവർക്ക് തൃപ്തിപ്പെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് പഞ്ചസാര മാധുര്യത്തോടുകൂടി വാക്കുകൾ നിർഗളിക്കുന്ന പണ്ഡിതന്മാരെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ചാനലുകളായ ചാനലുകൾ സന്ധ്യാസമയത്തുള്ള ചർച്ചകൾ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹു അവരുടെ ഹൃദയത്തിൽ നിന്നും ഈമാന്റെ മാധുര്യം ഊരിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ജലപ്രളയത്തിന് മുകളിലെ ചപ്പു ചവറുകളെ പോലെ റബ്ബ് തആല ഷണ്ടികളാക്കി മാറ്റിയെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പൊട്ടുതൊട്ട സഹോദരിമാർ അവരുടെ ആദർശം സ്വീകരിച്ചു കൊള്ളട്ടെ. എന്തിനാണ് തട്ടമിട്ട സഹോദരിമാർ ആ ആദർശത്തിന്റെ കൂടെ പോയിക്കൊണ്ട് ആ ആദർശത്തിൽ അവരുടെ വിശ്വാസത്തിൽ കൈകടത്തുന്നത്? ചിന്തിക്കണം സഹോദരങ്ങളെ. ഉത്ബുദ്ധരായ സദസ്സാണ്. പൊട്ടുതൊട്ട സഹോദരിമാർ അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കട്ടെ, അവരുടെ ആദർശം അനുസരിച്ചുകൊണ്ട് അവരുടെ മതത്തിൽ അവർ നീങ്ങട്ടെ. എന്തിനാണ് തട്ടമിട്ട സഹോദരിമാർ 4 വോട്ടിന് വേണ്ടി, മറ്റാരുടെയും കയ്യടിക്ക് വേണ്ടി, എന്തിനാ ഈ ഷിർക്കിന് വേണ്ടി അതിൽ കൂടിക്കൊടുക്കുന്നത്? നോക്കൂ, മാനവിക നന്മയാ വിശ്വാസികളെ നാം പാലിക്കണം. ഇത് പറയുമ്പോൾ മാനവിക നന്മയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചന വചനങ്ങൾ നാം മറന്നുപോകരുത്. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, അയൽവാസി പട്ടിണി കിടന്നാൽ വയറ് നിറച്ചു ഉണ്ണുന്നവൻ മുസ്ലിമല്ല. മുസ്ലിമായ അയൽവാസി എന്നല്ല, മനുഷ്യനായവൻ പട്ടിണി കിടക്കുന്നു, നീ വയറ് നിറയ്ക്കുന്നവൻ മുസ്ലിമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവന്റെ കാരുണ്യം നിങ്ങൾക്ക് വേണമോ? ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക. ഭൂമിയിലുള്ള മുസ്ലിമീങ്ങൾക്കെന്നല്ല, മനുഷ്യർക്ക് നിങ്ങൾ കരുണ ചെയ്യുക. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ പരിഗണിക്കണ്ട. മനുഷ്യനാണോ അത് പരിഗണിച്ചുകൊണ്ട് അവനെ സഹായിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ദാഹിച്ച് വരണ്ടുപോയ നായക്ക് വെള്ളം കൊടുക്കുന്നത് പോലും റബ്ബിന്റെ കാരുണ്യത്തിന് പ്രാപ്തരാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോഴേക്കും പ്രവാചകരോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഇന്ന ലനാ ഫിൽ ബഹായിമ ലഅജ്റാ. ദാഹിക്കുന്ന നായക്ക് വെള്ളം കൊടുത്താൽ അല്ലാഹ് പുറത്തു തരുമോ? അതിനും പുണ്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഫീ കുല്ലി കബിദൻ റത്ബത്തുൻ അജ്ർ. എല്ലാ പച്ചക്കരളിനും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ ദുർവൃത്തിയിൽ ഏർപ്പെട്ട, സിനായിൽ ഏർപ്പെട്ട ഒരു സ്ത്രീ, ഇതൊക്കെ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് സഹോദരങ്ങളെ. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട ഒരു സ്ത്രീ ദാഹിച്ച നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു ആ സ്ത്രീയുടെ പാവങ്ങൾ പുറത്തു കൊടുത്തു എന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മാനവിക മൂല്യത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. യഹൂദിയുടെ മയ്യത്ത് കണ്ടപ്പോൾ എണീറ്റ് നിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹാ ജനാസത്തുൻ യഹൂദിയ്യുൻ. റസൂലേ, അത് യഹൂദിയുടെ ഒരു മയ്യത്തല്ലയോ? പ്രവാചക പുങ്കവർ, മാനവകുലത്തിന്റെ നേതാവ്, ആർദ്രതയുടെ കണ്ണീരൊപ്പിയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അലൈസത്തു നഫ്സ. ഒരു മനുഷ്യനല്ലയോ അത്? ഒരു മനുഷ്യനാണ്. എണീക്കുക എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക, മാനവിക മൂല്യം പഠിപ്പിക്കുകയാണ്. മല്ലാ യർഹമുന്നാസ്. ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവൻ ലാ യർഹമുല്ലാഹു അസ്സ വജൽ. അല്ലാഹ് കരുണ ചെയ്യുകയില്ല. ലാ യർഹമുന്നാസ്, ലാ യർഹമുൽ മുസ്ലിം എന്നുള്ള പദമല്ല. ലാ യർഹമുന്നാസ്, ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവന് അല്ലാഹ് കരുണ ചെയ്യുകയില്ല. ആ ജനങ്ങളിൽ ആരൊക്കെ പെട്ടു? ജാതി മതഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും പെട്ടു. ജനങ്ങൾക്ക് കരുണ ചെയ്യുക. മാധവനും ജോസഫിനും മാധവിക്കും കരുണ ചെയ്യുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാനവിക മൂല്യത്തിന്റെ ഉദാഹരണം നോക്കൂ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ശത്രുക്കളുടെ അക്രമത്തെ തിരിച്ചറിഞ്ഞ സ്വഹാബികൾ പ്രവാചകരോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രിക്കീൻ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? മുശ്രിക്കീങ്ങൾക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കുമോ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇന്നീ ലം ഉബഅതു ലഅന. ഞാൻ ശാപപ്രാർത്ഥന അതിനുവേണ്ടിയല്ല എന്നെ അല്ലാഹ് നിയോഗിച്ചത്. വഇന്നമാ ബുഅ്തു റഹ്മതൻ. കാരുണ്യമായിട്ടാണ് എന്നെ നിയോഗിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം കേട്ട് തഴമ്പിച്ച ഒരു ഹദീസാണ് സുനൻ അബൂദാവൂദിൽ, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യത്തിൻ. കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ
വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ മുസ്ലിമല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യത്തിൻ, ആ വർഗീയതയിൽ മരിക്കുന്നവൻ മുസ്ലിമല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യത്തിൻ, അതുപോലെ തന്നെ അതിലേക്ക് ക്ഷണിക്കുന്നവനും മരിക്കുന്നവനും മുസ്ലിമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അയൽവാസി ജൂതനാണെങ്കിൽ പോലും നീ കറി വെച്ചിട്ടുണ്ടുവെങ്കിൽ അവന് നൽകണം എന്ന് പഠിപ്പിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവരുടെ അനുയായികളാണ് സഹോദരങ്ങളെ. മാനവിക മൂല്യത്തിന്റെ ഉദാഹരണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മുശ്രിക്കുകൾ പ്രവാചകരോട് പറഞ്ഞുവല്ലോ, പ്രവാചക, നിനക്കെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും തീർക്കാം, എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാം, ഞങ്ങളെപ്പോലെ ഇസ്സത്തോടുകൂടി ഈ മക്കയിൽ ജീവിക്കാം. ഞങ്ങളുടെ ആരാധനാമൂർത്തികളെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്താൽ മതി, ഒന്ന് ഹായ് പറഞ്ഞാൽ മതി, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാം. എന്താണ് റസൂലുള്ളാഹിന്റെ നിലപാട്? ലക്കും ദീനുക്കും വലിയ ദീൻ. പണ്ഡിതന്മാർ അറിയണം, തട്ടമിട്ട സഹോദരിമാർ അറിയണം, നിനക്ക് നിന്റെ ആദർശം, അവർക്ക് അവരുടെ ആദർശം. മഹത്തായ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തരുന്ന ആദർശമാണ് സഹോദരങ്ങളെ. അവനവന്റെ ആദർശം ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുവാനുമുള്ള മഹത്തായ സ്വാതന്ത്ര്യം നൽകുന്ന ഈ രാജ്യത്ത് അവനവന്റെ ജീവിതം അനുസരിച്ചുകൊണ്ട്, അവനവന്റെ മാനവിക മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഓരോരുത്തരും ജീവിക്കട്ടെ. കയ്യടിക്ക് വേണ്ടി പണ്ഡിതന്മാരെ നിങ്ങൾ പ്രസ്താവനകൾ നടത്തരുത്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾ കൂടക്കൂടികളാകരുത്, നിങ്ങൾ കൂടക്കൂടികളാകരുത്. അവനവന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ദീനിൽ പരിപൂർണമായും പ്രവേശിക്കണം. യഹൂദികളെ പോലെ ആകരുത് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം. എന്താണ് യഹൂദികൾക്കുള്ളത്? മതത്തിലുള്ള ചിലതിനെ സ്വീകരിക്കും, ചിലതിനെ വേണ്ടാന്ന് വയ്ക്കും. ഇതുപോലെ നിങ്ങൾ ആകരുത്. യഹൂദികൾക്കുണ്ടായ ഈ ദുസ്വഭാവം നിങ്ങളിൽ ഉണ്ടാകരുത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നാട്ടിൽ അനാചാരം നടക്കുന്നുവെങ്കിൽ നീ നിലപാട് സ്വീകരിക്കണം. ആ ശിർക്കിനെതിരെ നീ നീന്തണം, ആ ബിദ്അത്തിനെതിരെ നീ നിലപാട് പ്രഖ്യാപിക്കണം. അതാണ് മുസൽമാൻ, അതാണ് സത്യവിശ്വാസിയുടെ നിലപാട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, പ്രവാചക, സൂറത്തുൽ ബഖറയുടെ 120-ാമത്തെ ആയത്ത്, യഹൂദികളും ക്രിസ്ത്യാനികളും നിന്നെ തൃപ്തിപ്പെടൂല്ല റസൂലേ, ഹത്താ തത്തബിഅ മില്ലതഹും, നീ അവരെ പിൻപറ്റുന്നത് വരെ. എന്ത് സോപ്പിട്ടാലും, എന്ത് മുഖസ്ഥിതി പറഞ്ഞാലും, എന്ത് കയ്യടി നേടുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാലും നിന്നെ അവർ തൃപ്തിപ്പെടുകയില്ല, നീ അവരെ അനുധാവനം ചെയ്യുന്നത് വരെ. ഖുൽ, പ്രഖ്യാപിക്കുക പ്രവാചക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അല്ലാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. വലഇൻ തബഅത അഹ്വാഹും ബഅദല്ലദി ജാഅക മിനൽ ഇൽമ് മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിങ്ങൾക്ക് സത്യം വന്നിരിക്കുന്നു. പണ്ഡിതന്മാരെ, തൗഹീദിന് വേണ്ടി സംസാരിക്കുന്നവരെ, ബിദ്അത്തിനെതിരെ ഘോരഘോരം ഖുത്ബയിൽ കൂടി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നവരെ, നിങ്ങൾക്ക് സത്യം വന്നിരിക്കുകയാണ്. ഖുർആനിൽ കൂടി സുന്നത്തിൽ കൂടി നിങ്ങൾക്ക് സത്യം വന്നിരുന്നിട്ടും നിങ്ങൾ മറ്റുള്ള മതങ്ങളുടെ ആദർശത്തെ പ്രമോട്ട് ചെയ്യരുത്. ഗൗരവമുള്ള ഖുർആന്റെ വാക്കാണിത്. തന്നിഷ്ടപ്രകാരം നടത്തുന്ന അവരിലേക്ക് നീ ചായരുത് പ്രവാചക. അങ്ങനെ നീ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലോ, കയ്യടിക്ക് വേണ്ടി നീ പ്രസ്താവനകൾ നടത്തിയാലോ, ചാനലുകൾ നിന്നെക്കുറിച്ച് പ്രകീർത്തനം നടത്തുവാനായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അള്ളാഹുവിന്റെ താക്കീത്, മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹിന്റെ സഹായം ഉണ്ടാവുകയില്ല. ദുനിയാവിലുണ്ടാകും കുറെ കയ്യടികളും, കുറെ പത്രങ്ങളിൽ നല്ല പേരുകളും, കുറെ പ്രസ്താവനകളുമൊക്കെ ഉണ്ടാകും. അള്ളാന്റെ സഹായം നിനക്കുണ്ടാകുകയില്ല. റബ്ബിനെ തന്നെ സത്യം, ഖുർആന്റെ പ്രഖ്യാപനമാണ്. വലാ നസീർ, ഒരു സഹായം നിനക്കുണ്ടാവുകയില്ല. പിടിക്കപ്പെടും, നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. 4 വോട്ടിന് വേണ്ടി, 4 ആൾക്കാരുടെ പ്രീതിക്ക് വേണ്ടി, അവരുടെ കയ്യടിക്ക് വേണ്ടി ശിർക്കെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ആഘോഷത്തിൽ നീയും അവിടെ പോയിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ചുക്കാൻ പിടിച്ചാൽ, ആ ശിർക്കിൽ പങ്കെടുത്താൽ, വമാലക്,
മിൻ വലിയ്യും വലാ നസീർ. അള്ളാഹിൻ്റെ സഹായം നിനക്കുണ്ടാവുകയില്ല, അള്ളാഹുവിൻ്റെ സഹായം നിനക്കുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുത്ബയിൽ നിന്നുകൊണ്ടാണ് ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണുന്നത്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചനം നടത്തിയ ഒരു ഹദീസ് സുനൻ തുർമുദിയിലും സുനൻ അബൂദാവൂദിലും കാണാം. എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ്. ഇന്നമാ അഖാഫു അലാ ഉമ്മത്തി അഇമ്മത്തുൽ മുദല്ലീൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എൻ്റെ സമുദായത്തിലെ, എൻ്റെ ഉമ്മത്തിലെ നേതാക്കന്മാരെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉലമാക്കൾ, നിങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കണം. നിങ്ങൾക്ക് വലുതാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ തിന്മയിലേക്ക് മുച്ചൂടും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിർക്കും തൗഹീദും എന്തെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ മുസ്ലിംകൾ വല്ലാതെ കൂപ്പിക്കുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ വേളയിൽ പണ്ഡിതന്മാരെ, ഉലമാക്കളെ, നിങ്ങൾക്ക് ദൗത്യം ഏറെയുണ്ട്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ, അറിവുള്ളവർ. ആ പണ്ഡിതന്മാരെ കുറിച്ച് തന്നെ പ്രവാചകർ പറഞ്ഞ ഒരു അസർ മറ്റൊരു ഹദീസിൽ കാണാം. ശർറു മൻ തഹ്ത അദീമിസ് സമാ. ആകാശത്തിൻ്റെ ചുവടെയുള്ള ഏറ്റവും വൃത്തികെട്ടവരും ഈ ഉലമാക്കളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രവാചകന്റെ പ്രവചനങ്ങളെ കരുതലോടുകൂടി പണ്ഡിതന്മാരും അല്ലാത്തവരും ജാഗരൂകരാകണം. സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ് ഖബായില മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ മാധവനും ജോസഫുമാണോ? അള്ളാഹിന്റെ റസൂൽ പറയുക, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ മുശ്രിക്കീങ്ങളുമായിട്ട് ഇടപഴകാതെ, അവരുടെ ആദർശത്തിൽ ഇടപഴകാതെ, അവരുടെ വിശ്വാസത്തിൽ ഇടപഴകാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, വിശ്വാസികളെ, ദീൻ മുറുകെ പിടിക്കുന്നവൻ, ആദർശം മുറുകെ പിടിക്കുന്നവൻ കൽ ഖാബിലി അലൽ ജംർ, തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയാണ്. കാലഘട്ടം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം സഹോദരങ്ങളെ, ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും ആദർശം സ്വീകരിച്ചവന്റെ ഒരവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഈ റമളാനിന്റെ ജുമുഅ ദിവസം ഈ വിഷയം ഗൗരവത്തോടുകൂടി പറയുവാനുള്ള കാരണം വിശദീകരിക്കേണ്ടതില്ലാത്തതും ഉത്ബുദ്ധരായ സദസ്സാണ് നിങ്ങൾ. മനസ്സിലാക്കുക, സത്യം സത്യമായി ഉൾക്കൊള്ളുക, നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.